നമസ്കാരം. എല്ലാവർക്കും കേരളപ്പിറവി ദിന ആശംസകൾ നേരുന്നു. കേരള സഹജയോഗയുടെ മെഡിക്കൽ വിഭാഗത്തിനായുള്ള പ്രത്യേക പരിശീലന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മതലത്തിലുള്ള ഊർജ സ്രോതസ്സിനെ ഉണർത്തി നിത്യജീവിതത്തെ പ്രകാശപൂരിതമാക്കാൻ എങ്ങനെ സാധിക്കും എന്ന് അനുഭവിച്ചറിയാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്നും ഡോക്ടർ പ്രതാപ് ഉദാനി സംസാരിക്കുന്നു. അദ്ദേഹം ഒരു ലീഡിംഗ് പീഡിയാട്രീഷ്യനാണ്. This is Dr. Pratap Udvani, a pediatrician from Maharashtra. Dear brothers and sisters, please, first of all, please accept my wishes and regards on the occasion of Kerala Piravi. To add joy to this occasion, I feel immense pleasure to invite you to attend an online free of cost program of Sahaj Yoga. This is absolutely free of cost and truly scientific yoga, which I have been practicing for last 27 years. I am among lakhs of followers of Sahaj Yoga all over the world in more than 120 countries. I request you all to not to miss this opportunity. This program will be in simple Malayalam language and definitely it has a potential to change your life, to stress-free life. Thank you. അടുത്തതായി സഹജയോഗ ധ്യാനത്തെക്കുറിച്ച് ഡോക്ടർ രഞ്ജിത നമ്മളോട് സംസാരിക്കുന്നു. അവർ കേരള ഹെൽത്ത് സർവീസിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ഡോക്ടർ രഞ്ജിത, ഹെൽത്ത് സർവീസിൽ ഗൈനക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ മലപ്പുറത്താണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ. അതോടൊപ്പം കേരളത്തിലെ സഹജയോഗ കലക്റ്റീവ് നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പലതരത്തിലുള്ള ധ്യാനമുറകളെക്കുറിച്ചും നമ്മൾ കാലാകാലങ്ങളായി കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ഈ മെഡിറ്റേഷൻ, ഈ ധ്യാനത്തിൽ എന്താണുള്ളത് എന്നായിരിക്കും എല്ലാവരും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. സഹജയോഗ എന്നാൽ സഹജമായി നമ്മുടെ ഉള്ളിലുള്ളത്. ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ഈ ഊർജം നമ്മുടെ ചുറ്റുമുള്ള കോസ്മിക് എനർജിയുമായി കൂടിച്ചേരുന്നു. ഇതിൻ്റെ ഫൗണ്ടർ ഡോക്ടർ H. നിർമ്മല ദേവി ശ്രീവാസ്തവ 1970 മെയ് 5 ധ്യാനത്തിലൂടെയാണ് ഈ ഊർജം എല്ലാവർക്കും എളുപ്പത്തിൽ അനുഭവിച്ചറിയാൻ പറ്റും എന്ന് കണ്ടെത്തിയത്. അതിനുശേഷം ലോകത്തെമ്പാടും സഞ്ചരിച്ച് ഈ ധ്യാനം പല രാജ്യങ്ങളും അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 120-ൽ പരം രാജ്യങ്ങളിൽ ഇത് അഭ്യസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി നമ്മുടെ ഫൗണ്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവർ MBBS ലാഹോറിൽ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പാർട്ടീഷൻ വന്നതിനാൽ അവർക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം കോഗ്നേറ്റീവ് സയൻസിൽ റൊമാനിയ യൂണിവേഴ്സിറ്റി വെച്ച് അവർക്ക് PhD ലഭിച്ചു. UN പീസ് മെഡൽ ലഭിച്ചു. പെട്രോസ്ക്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ആർട്സ് റഷ്യ അവർക്ക് ഓണററി മെമ്പർഷിപ്പ് നൽകി അവരെ ആദരിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തെമ്പാടും ആകെ ആൽബർട്ട് ഐൻസ്റ്റീൻ അടക്കം ആകെ 12 പേർക്ക് മാത്രമാണ് ഈ ബഹുമതി ലഭിച്ചിട്ടുള്ളത്. ഇനി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ 23 വർഷമായി സഹജയോഗ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും എനിക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടറാവാൻ തീരുമാനിച്ചത്. ഈ ധ്യാനം എന്നെ എൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യം എനിക്കിതിൽ തോന്നിയത്, ഈ പറയുന്ന ഊർജത്തെ ധ്യാനത്തിലൂടെ, വളരെ എളുപ്പമായ ധ്യാനത്തിലൂടെ എനിക്ക് എൻ്റെ ഉള്ളിൽ അനുഭവിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. പ്രതിസന്ധികളില്ലാത്ത മനുഷ്യജീവിതമില്ലല്ലോ, എൻ്റേതും അങ്ങനെ തന്നെ. പക്ഷേ ഈ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം, എങ്ങനെ സ്ഥിരതയോടുകൂടെ പിടിച്ചു നിൽക്കണം എന്നുള്ളത് എനിക്ക് സഹജീവിതത്തിൽ വന്നിട്ട് തന്നെയാണ്
അനുഭവിച്ചറിയാനും മനസ്സിലാക്കാനും പറ്റിയത്. പലതരത്തിലുള്ള ധ്യാന മുറകളിൽ തന്നെ സഹജയോഗത്തിൽ വ്യത്യസ്തമായി സഹജയോഗ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലാണ്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സിമ്പത്തറ്റിക്, പാരസിമ്പത്തറ്റിക് സിസ്റ്റം. സിമ്പത്തറ്റിക് സിസ്റ്റം നമ്മുടെ ഫൈറ്റ്, ഫ്രൈറ്റ്, ഫ്ലൈറ്റ് റെസ്പോൺസസ് ആണ്. നമ്മളിൽ എല്ലാവരിലും എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി. ഇനി പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരായ നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നാളായിട്ട് നമ്മളൊക്കെ മുൾമുനയിൽ തന്നെയാണ്. നിപ്പ തൊട്ട് തുടങ്ങി ഇപ്പോൾ കോവിഡ് വരെ എത്തിയിരിക്കുന്നു. ഇഷ്ടംപോലെ വർക്ക് ലോഡ് ഉണ്ട്, മാൻ പവർ വളരെ പരിമിതമാണ്, ഫ്രസ്ട്രേഷൻ, വിചാരിച്ചിരിക്കുന്ന ഔട്ട്കം വരുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇതൊക്കെ തന്നെ നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യുന്നു. ഇതിനെയൊക്കെ കാം ഡൗൺ ചെയ്യാൻ നമുക്ക് നമ്മുടെ പാരസിമ്പത്തറ്റിക് സിസ്റ്റമാണുള്ളത്. അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. അതിനെക്കുറിച്ച് നമ്മളിനി എവിടെ ചെന്ന് വായിച്ചാലും അതിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് വായിച്ചാലും അത് സബ് കോൺഷ്യസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അതായത് അതിനകത്ത് പറയുന്നത് ടു സ്ലീപ്പ് ആഡിക്വേറ്റ്ലി, ആഡിക്വേറ്റ് റെസ്റ്റ്, കുറച്ച് ലിഷർ ട്രിപ്പ് നടത്തുക, അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ, ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്ത് സഹജോഗയെ റിലേറ്റഡ് ആയിട്ട് ലോകത്തെമ്പാടും പലതരത്തിലുള്ള റിസർച്ച് വർക്ക്സ് നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് NGM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ്, നവി മുംബൈ, ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിയോളജി ആൻഡ് അലൈഡ് സയൻസസ്, ഡൽഹി, വിയന്ന യൂണിവേഴ്സിറ്റി, റോയൽ ഹോസ്പിറ്റൽ ഫോർ വിമൻ, റാൻവിക്, സിഡ്നി, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റീസിലും സഹജോഗ മെഡിറ്റേഷൻ റിസർച്ച് സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കണ്ടെത്തിയത് പലതരത്തിലുള്ള മെഡിറ്റേഷൻസിനോട് ഇതിനെ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നടത്തിയത്. എന്നിട്ട് മനസ്സിലാക്കിയത് സഹജോഗ മെഡിറ്റേഷനാണ് കൂടുതലായിട്ടും നമ്മുടെ പൾസ് റേറ്റ്, ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ് എന്നിവ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഈവൻ നമ്മുടെ കോർട്ടിസോൾ ലെവൽ സെക്രീഷൻ വരെ സഹജോഗ മെഡിറ്റേഷൻ നമുക്ക് കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യപ്പെടുന്നു. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ ഘട്ടങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ സ്ലീപ്പ് ഉണ്ട്, പിന്നെ ഡ്രീംസ്, തിങ്കിങ്, ആൻഡ് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ് തോട്ട്ലെസ് അവയർനെസ്. ആൻഡ് സഹജോഗ നമുക്ക് ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ നിലനിർത്തുന്നത്. അതായത് പൂർണ്ണമായിട്ട് ചിന്തകൾ നിലച്ചൊരവസ്ഥ, പക്ഷേ നമ്മൾ ചുറ്റുപാടുമുള്ള അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളേത് പിടിച്ചു നിർത്തുന്നു. നമ്മളൊക്കെ ശാസ്ത്രീയമായി ചിന്തിക്കുന്നവരാണല്ലോ, ഞാൻ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ സ്വയം അനുഭവിച്ചറിഞ്ഞെങ്കിലും ഈ ശക്തി എക്സ്പീരിയൻസ് ചെയ്തെങ്കിലും ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ അവലോകനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഞാനും അന്വേഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിസർച്ച് സ്റ്റഡീസിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്. ഇനി ഇത് അനുഭവിച്ചറിയാം. അതിൻ്റെ മുന്നോടിയായി ഒരു ലാസ്റ്റ് അനുഭവിച്ചറിയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്കതിലേക്ക് പോവാം. നമുക്ക് എല്ലാവർക്കും നേരിട്ടോ അല്ലാതെയോ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ അനൂപ് കൃഷ്ണ. വളരെ കഴിവുകളുള്ളൊരു വ്യക്തിയായിരുന്നു, വെരി ഹൈലി ടാലൻറ്റഡ്, നല്ലൊരു സർജൻ, ചെറുപ്രായത്തിൽ തന്നെ അവനെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു വ്യക്തി. പക്ഷെ ഒരു ദുരനുഭവം വന്നപ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അദ്ദേഹം പതറിപ്പോയി. ചുറ്റുമുള്ള ഒന്നിനെക്കുറിച്ചും അവർക്ക് ആ ഒരു നിമിഷം ആലോചിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. നമുക്കൊക്കെ തീരാ നഷ്ടം, ആ കുടുംബത്തിനും തീരാ നഷ്ടം തന്നെ. ആ ഒരു നിമിഷം അദ്ദേഹത്തിന് അതിജീവിക്കാൻ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കച്ചിത്തിരിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഈ ഒരു അനുഭവം കൂടിയാണ് എനിക്ക് ഇത് നിങ്ങളിൽ എല്ലാവരും അറിയണമെന്നും അനുഭവിച്ചറിയണമെന്ന ആഗ്രഹം കൂടുതലായിട്ടുണ്ടായത്. അതുകൊണ്ട് ഇനി നമുക്കിത് അനുഭവിച്ചറിയാം. നമ്മുടെ ഫൗണ്ടറിൻ്റെ വീഡിയോ ആണ് നമ്മളിത് അനുഭവിച്ചറിയാൻ വേണ്ടി പ്ലേ ചെയ്യുന്നത്. പക്ഷേ ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റെപ്സ് എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യമായി ചെരുപ്പുകളൊക്കെ അഴിച്ച് കാലുകൾ ഭൂമിയിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇരിക്കാം. വളരെ കംഫർട്ടബിളായി വളരെ റിലാക്സ്ഡ് ആയിട്ട് വേണം ഇരിക്കാൻ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നട്ടൽ അല്ലെങ്കിൽ നമ്മുടെ സ്പൈൻ നേരെയായിരിക്കണം. എന്നിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വലത് കൈ മടിയിലേക്ക് വെക്കാം. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കൈ ഉയർത്തിപ്പിടിച്ചതാണ്. ഇടത് കൈ മടിയിലേക്ക് വെക്കാം. വലത് കൈ നമ്മുടെ നെഞ്ചിലേക്ക് ചേർത്ത് അമർത്തി വെക്കാം. നമ്മൾ കുറേ എഫർമേഷൻസ് പറയും, കുറേ സെന്റൻസ് ആണ് പറയാൻ പോകുന്നത്. അത് പറയുമ്പോൾ പൂർണ്ണമായ ആത്മാർത്ഥത്തോടു കൂടിയും പൂർണ്ണമായ സമർപ്പണത്തോടു കൂടിയും
പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ ശ്രദ്ധിക്കാം. കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പറയാം, ഞാൻ ആത്മാവ് ആകുന്നു. മദർ, ഐ ആം ദ സ്പിരിറ്റ്. വട്ടെവർ നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും ഏതൊരു അല്ലെങ്കിൽ സ്പിരിച്വൽ അല്ലാത്ത അല്ലെങ്കിൽ റിലീജിയസ് ഫെയ്ത്ത് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ആത്മാർത്ഥമായി നമുക്ക് ആരെയാണോ വിളിക്കാൻ തോന്നുന്നത് അത് വിളിക്കാം, അല്ലെങ്കിൽ വെറുതെ പറയാം, ഞാൻ ആത്മാവാകുന്നു. പക്ഷെ പറയുന്നത് വളരെ ആത്മാർത്ഥതയോടുകൂടി വേണം പറയാൻ. പലതരത്തിലുള്ള സംശയങ്ങളും മനസ്സിൽ വരാം, ഞാൻ എന്തിനാണ് ഈ പറയുന്നത് എന്നൊക്കെ. പക്ഷെ കുറച്ചു നേരത്തേക്ക് നമുക്ക് ആ ചിന്തകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കാം. 12 തവണയാണ് പറയേണ്ടത്, ഞാൻ ആത്മാവാകുന്നു. വളരെ ശാന്തമായി മനസ്സിൽ ഉച്ചരിക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് പറയാം. അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ വലത് കൈ കഴുത്തിന്റെയും ഷോൾഡറിന്റെയും ജംഗ്ഷനിലായി വെക്കാം. ഇങ്ങനെ കഴുത്തല്പം വലത്തോട്ടേക്ക് തിരിച്ചുകൊണ്ട് പറയാം, ഞാൻ നിർദോഷിയാണ്. ഐ ആം ഇന്നസെന്റ്. വളരെ ആത്മാർത്ഥതയോടുകൂടിയും വളരെയധികം സമർപ്പണത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും പറയാം, ഐ ആം നോട്ട് ഗിൽറ്റി അറ്റ് ഓൾ. ഞാൻ നിർദോഷിയാണ്. ഐ ആം നോട്ട് ഗിൽറ്റി അറ്റ് ഓൾ. അതാണ് നമ്മൾ പറയേണ്ടത്. ഐ ആം നോട്ട് ഗിൽറ്റി അറ്റ് ഓൾ. ഞാൻ നിർദോഷിയാണ്. ഇങ്ങനെ ഒരു 16 തവണ പറയണം. മൂന്നാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ കൈ നെറ്റിയിലേക്ക് ചേർത്ത് തല അല്പം കുനിച്ച് 2 സൈഡിലും ചെറുതായി ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് വേണം പറയാൻ. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടാണ് ക്ഷമിക്കാൻ. ഇത് പറയുമ്പോൾ തന്നെ പലരുടെയും പേരും മുഖങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാം. പക്ഷെ അതിലോട്ടേക്ക് ചിന്ത പോകാതെ ഈ ഒരു നിമിഷം മനസ്സറിഞ്ഞ് അവരെ ക്ഷമിക്കുക. ഞാൻ എല്ലാവരെയും ക്ഷമിച്ചിരിക്കുന്നു, എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. വളരെ ആത്മാർത്ഥമായി പറയാം. ഇതിന് കൗണ്ടിങ് ഒന്നുമില്ല. എത്ര ആത്മാർത്ഥതയോട് കൂടി പറയാൻ പറ്റുന്നോ അത്രയും ആത്മാർത്ഥതയോട് കൂടി പറയാം. നാലാമത്തെ സ്റ്റെപ്പ്, കൈ തലയുടെ ബാക്കിൽ തല അല്പം ഉയർത്തിയിട്ട് പറയാം, ദൈവമേ, അല്ലെങ്കിൽ ആരെയാണോ നമുക്ക് വിശ്വാസം വരെ പറഞ്ഞുകൊണ്ട്, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിച്ചാലും, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിച്ചാലും. വളരെ സമർപ്പണത്തോടുകൂടി പറയാം, വളരെ നിഷ്കളങ്കതയോടുകൂടി പറയാം, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിച്ചാലും. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ്, കൈകൾ ഫുൾ വിടർത്തി വെക്കാം. നമുക്ക് കൈയുടെ ഈ ഉൾഭാഗം നമ്മുടെ സ്കാൽപ്പിൽ പ്രസ്സായി വരുന്ന രീതിയിൽ വേണം വെക്കാൻ. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, കൈകൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിക്കുമ്പോൾ നമ്മുടെ തലയോട്ടിയിലെ സ്കിൻ ഇങ്ങനെ നീങ്ങുന്നത് നമുക്ക് അതിനിടയിൽ ഫീൽ ചെയ്യണം. അത്രയും ഫോഴ്സിൽ വേണം അത് പ്രസ് ചെയ്ത് പിടിക്കാൻ. 7 തവണയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓരോ തവണയും ക്ലോക്ക് വൈസ് ഈ സ്കാൽപ്പിന്റെ സ്കിൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കൂടി വേണം പറയാൻ. പ്ലീസ് ഗീവ് മീ സെൽഫ് റിയലൈസേഷൻ. എനിക്ക് ആത്മസാക്ഷാത്കാരം നൽകിയാലോ എന്നുള്ളത് ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പറയാം. അങ്ങനെ 7 ടൈംസ് പറയാം. പല രീതിയിലുള്ള ചിന്തകളും വരാം. ആ ചിന്തകളിലേക്ക് പോകാതെ ഈ ഒരു സ്റ്റെപ്സ് കഴിയുന്നവരെ പൂർണ്ണമായും ഇതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് കൈകൾ പതുക്കെ ഉയർത്തി നമുക്ക് മടിയിലേക്ക് തിരിച്ചു വയ്ക്കാം. പലർക്കും പല അനുഭവങ്ങളായിരിക്കും. നമ്മുടെ ഒരു വിരൽ പോലും മറ്റൊരു വിരലിനെ പോലെ ഇല്ല. അപ്പോൾ പിന്നെ ഒരു മനുഷ്യന്റെ അനുഭവം ആയിരിക്കില്ല മറ്റൊരു മനുഷ്യന്റെ അനുഭവം. കൈകളിൽ ഭാരമാവാം, തരിപ്പാവാം, തണുത്ത കാറ്റാവാം, ചൂട് കാറ്റാവാം. പല രീതിയിലാണ് നമുക്ക് ഈ ഊർജ്ജത്തെ അനുഭവിച്ചറിയാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും അറിയാനുള്ള ഡീറ്റെയിൽസ് ഇവിടെ തരുന്നതായിരിക്കും. നന്ദി. We have to put both our feet little away from each other because there are 2 powers within us, left and right. And we use our left hand symbolically to suggest that we want our self-realization, and this is the power of desire, not of pure desire but desire. And we use our right hand, which is the power of action, to nourish our centers. On the left hand side, we'll be nourishing our left hand centers only. Now, please put your left hand towards me. And right hand on your heart. Now, close your eyes. Please don't open them till I tell you. Here you have to ask me a question, a very important question.
You can call me Mother or you can call me Shri Mataji, whatever you like. Very important question. Ask a question 3 times in your heart, not loudly, please. Mother, am I the spirit? Mother, am I the spirit? Ask this question 3 times. If you are the spirit, you are your own guide. You are your own master. So now please bring down your hand, right hand, in the upper portion of your abdomen on the left hand side, press it hard. And here ask another question 3 times. Mother, am I my own master? Ask this question 3 times. Mother, am I my own master? Now, as I told you, I respect your freedom. And you have a free will. And I cannot force pure knowledge on you. It cannot be. You have to ask for it. So now take your right hand in the lower portion of your abdomen on the left hand side and ask me, Mother, please give me pure knowledge. 6 times, because this center has got 6 petals. Mother, please give me pure knowledge. As soon as you ask this question, the Kundalini starts moving upward. So now we have to nourish the upper centers to make its movement, her movement, faster. So please raise your right hand in the upper portion of your abdomen on the left hand side, press it hard, and here you say with full confidence. With full confidence you say, Mother, I am my own master. Please say it 10 times. Mother, I am my own master. These things remove your conditionings from wrong teachings. Now you raise your hand to the most important question. That is, you are not your body, you are not your intelligence, you are not your emotions, you are not your conditionings, your ego, your thoughts, but you are pure spirit. So raise your right hand on to your heart and say with full confidence 12 times. Full confidence, please. Mother, I am the spirit. Just say that. Mother, I am the spirit. Please say 12 times.
Now, raise your right hand to another very important area within us, where by feeling guilty all the time, we have harmed a very important center. I have to tell you that the divine power is the ocean of knowledge and love. It is the ocean of bliss and joy. But above all, it is the ocean of forgiveness. And whatever mistakes or wrongs you have done are dissolved by the power of forgiveness. So raise your right hand into the corner of your neck and your shoulder and turn your head to your right. Here you have to say with full confidence 16 times, Mother, I am not guilty at all. Again you say, Mother, I am not guilty at all. 16 times. I have already told you, whether you forgive others or not, you are not doing anything, it is a myth. But if you don't forgive others, then you fall into the wrong hands and torture yourself for nothing. So now, please raise your right hand onto your forehead across, press it hard on both the sides, and put down your head as far as possible, resting on your hand, and press it on both the sides. This is the center where you have to forgive. Forgive others, forgive others. Just say, Mother, I forgive everyone, without thinking about them or thinking about what they have done to you. Just say, in general, Mother, I forgive everyone. Now, how many times is not the point, from your heart. You must say it properly. Yesterday so many didn't say, and I have to work very hard on them. So please say it. Please say it from your heart. Once for all, Mother, I forgive everyone. Now, take back your hand on the back side of your head, on the optic lobe, and now raise it higher and let it rest on your hand. Here you have to say, for your own satisfaction, not feeling guilty, not counting your mistakes. O divine power, if I have done any mistakes, please forgive me. Say it from your heart. Now, stretch your palm, keeping your left hand towards me. This is the most important center, both the feet apart from each other. Keep yourself straight and put your right hand, the center of your palm,
On top of the fontanelle bone area, the soft bone which you had in your childhood, and press it. Now bend your head as much as you can. Press back your fingers, press back your thumb. So there's a pressure on your scalp, nicely pressurized. Now move it. Move it slowly 7 times. Here again, I'm sorry, I cannot disrespect your freedom and free will. You have to ask for your self-realization. It cannot be forced on you. So 7 times, please say 7 times, Mother, please give me my self-realization. Please say it 7 times. Now, please take down your both the hands and open your eyes slowly, very slowly. Now watch me without thinking. You can do it. Now, put up your right hand like this and bend your head and see for yourself if there's a cool breeze coming out of your head. Bend your head. It is above your head, not on. So, little away from the head. You try to feel if there's a cool breeze coming out of your head. You can take your hand little further. Some people have it quite away from the head. So, see for yourself there's a cool breeze coming in. Now, put the left hand towards me. And put down your head. Now see for yourself again with the right hand if there's a cool breeze coming out of your head. Some people will get heat coming out, doesn't matter. It will later on be followed by a cool breeze also. നാം ഓരോരുത്തരും ഇപ്പോൾ അനുഭവിച്ചറിയുന്ന നമ്മുടെ ഉള്ളിലെ ആ ശാന്തിയും നിശബ്ദതയും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇതിനെക്കുറിച്ചും വീട്ടിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ സഹജയോഗ ധ്യാനം പരിശീലിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള വിവരണം നൽകുന്നത് ഫാർമസിസ്റ്റായ KP മനോജാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനോജ്. 87 കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഫാർമസി കഴിഞ്ഞ് ഈ സമയം വരെ ഫാർമസി മേഖലയിൽ ജോലി ചെയ്യുന്നു. 2000 സഹജയോഗ സ്റ്റാർട്ട് ചെയ്ത് ഒരു നല്ല കുടുംബജീവിതത്തിന് അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ ജീവിതത്തിന് സഹജയോഗ അത്യാവശ്യമാണെന്നുള്ള ആ തിരിച്ചറിവ് എന്ന യോഗയിലേക്ക് തുടരാൻ പ്രേരിപ്പിച്ചു. ഓക്കെ, ഇപ്പം ഈ റിയലൈസേഷൻ ടൈമിൽ എല്ലാവർക്കും യോഗയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. യോഗയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും കൂൾ ബ്രീസ് ആണ്. അപ്പൊ എല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിൽ കൂൾ ബ്രീസ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഹോട്ട് ഫീൽ ചെയ്യാം, ചിലപ്പോൾ ഒരു വെയിറ്റ് മാതിരി ഫീൽ ചെയ്യാം, ചിലപ്പോൾ ഒരു മാഗ്നറ്റിക് പുള്ളിങ് മാതിരി ആവാം. അതൊക്കെ നമ്മൾ ആ സമയത്തുള്ള മൂഡ് മാതിരി ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂൾ ബ്രീസ് ഫീൽ ചെയ്യും. കൂൾ ബ്രീസ് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സന്തുലനാവസ്ഥയുടെ സ്റ്റേറ്റ് ഓഫ് ബാലൻസിന്റെ ആ ഒരു സുഖം നമുക്ക് അറിയാനും പറ്റും. ഓക്കെ, സഹജയോഗയും അതിന്റെ സൂക്ഷ്മ സെറ്റപ്പിനെ പറ്റിയുള്ള വളരെ ഷോർട്ടായ വിവരണം. സഹജയോഗ മാനവരാശിയുടെ മുഴുവൻ ഇമാൻസിപ്പേഷന് വേണ്ടി ശ്രീമാതാജിയുടെ ധ്യാനത്തിൽ നിന്ന് അല്ലെ ശ്രീമാതാജിക്ക് സൃഷ്ടിയുള്ള പ്രേമത്തിൽ നിന്ന് ഉണ്ടായതാണ് സഹജയോഗ. യോഗ എന്നാൽ ഇൻഡിവിജ്വൽ കോൺഷ്യസ് മൈൻഡ് കുണ്ടലിനി ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടെ
യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് കൂടിച്ചേരുന്നതിന് യോഗ എന്ന് പറയുന്നു. അപ്പൊ കുണ്ടലിനി ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ കുണ്ടലിനിയും 3 നാഡികളും 7 ചക്രങ്ങളും ചേർന്നതാണ്. കുണ്ടലിനി എന്നാൽ സ്പൈനൽ കോഡിന്റെ ബേസിൽ സാക്രം ബോണിനകത്ത് 3.5 കോയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കോയിലിന്റെ എനർജിയാണ് കുണ്ടലിനി. അപ്പൊ ഈ ഒരു സാക്രഡ് പവർ അവിടെ ഉള്ളത് കൊണ്ട് ഗ്രീക്ക് സയൻസ് ഈ ബോണിന് സാക്രം ബോൺ എന്ന് പറയാൻ കാരണം. ശ്രീമാതാജി നമുക്ക് മനസ്സിലാവാൻ വേണ്ടി കുണ്ടലിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റിനകത്ത് എല്ലാ ഭാഗങ്ങളെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു കണക്ടിങ് കോഡ് പോലെയാണ് കുണ്ടലിനി എന്നാണ്. 3 നാഡികൾ, സ്പൈനൽ കോഡിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന സുഷുമ്നാ നാഡി, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ലെഫ്റ്റ് സൈഡിലൂടെ വന്ന് ഓപ്റ്റിക് ചിയാസ്മ ക്രോസ് ചെയ്ത് റൈറ്റ് സൈഡിലൂടെ ബ്രെയിനിന്റെ ബാക്കിലേക്ക് വരുന്ന ലെഫ്റ്റ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം യോഗ എടാനാഡി എന്ന് പറയുന്നു. റൈറ്റ് സൈഡിലൂടെ വന്ന് ഓപ്റ്റിക് ചിയാസ്മ ക്രോസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലൂടെ ഫ്രണ്ടിൽ വരുന്ന റൈറ്റ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം യോഗ അതിനെ പിംഗളാ നാഡി എന്ന് പറയുന്നു. യോഗശാസ്ത്ര പ്രകാരം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പരസ്പര വിരുദ്ധമല്ല, എൻറ്റയർലി ഓപ്പോസിറ്റ് ഫങ്ഷൻസ് ആണ്. ഒന്ന് സൂര്യനാഡിയാണെങ്കിൽ ഒന്ന് ചന്ദ്രനാഡിയ. പേരിൽ തന്നെ മനസ്സിലാവും നമുക്ക് ആ ഡിഫറൻസ്. ഒന്ന് പാസ്റ്റ് ആണെങ്കിൽ ഒന്ന് ഫ്യൂച്ചറിനെ, ഒന്ന് ലെത്താർജിക് ആണെങ്കിൽ മറ്റേത് ഓവർ ആക്റ്റീവ്, ഒന്ന് ഇൻഹിബിറ്ററി ആണെങ്കിൽ മറ്റേത് എക്സൈറ്റേറ്ററി. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഫങ്ഷൻസ് ആണ്. അപ്പൊ യോഗശാസ്ത്രം പറയുന്നത് വെച്ചാൽ ഈ 2 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഇംബാലൻസ് ആണ് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ അസന്തുലിതാവസ്ഥ. അപ്പൊ ഈ ധ്യാന മെഡിറ്റേഷനിലൂടെ ഈ ഒരു ഇംബാലൻസ് പരിഹരിച്ച് നമുക്ക് പ്രസന്റിൽ നിന്ന് ആ യോഗ അനുഭവിക്കാൻ പറ്റും എന്നാണ് യോഗ പറയുന്നത്. ഓക്കെ, 7 ചക്രങ്ങൾ. ചക്രങ്ങൾ എന്നാൽ സയൻസിൽ പ്ലക്സസ് എന്നാണ് അർത്ഥം. പ്ലക്സസ് നമുക്കറിയാം, ബ്രെയിൻ ഓർഗാൻസിലേക്കും ബ്രെയിനിലേക്കും സിഗ്നൽസ് കൊണ്ടുപോകുന്ന എഫറന്റ് ആൻഡ് ഇഫറന്റ് നെർവ്സ്. ഇത് സ്പൈനൽ കോഡിലൂടെ കടന്നു പോകുന്നു. അപ്പൊ സ്പൈനൽ കോഡിലേക്കും സ്പൈനൽ കോഡിന് പുറത്തേക്കും വരുന്ന ആ ജംഗ്ഷനെ, ജോയിന്റിനെ നമ്മൾ പ്ലക്സസ്, സയൻസിൽ പ്ലക്സസ് എന്ന് പറയുന്ന, യോഗ അതിനെ ചക്രങ്ങൾ എന്ന് പറയുന്നു. യോഗയില് 7 ചക്രങ്ങളുണ്ട്, ലിംബിക് ഏരിയ അടക്കം. സയൻസിൽ 6 പ്ലക്സസ് ആ പറയുന്നത്. ഓക്കെ, ഏറ്റവും താഴെ മൂലാധാര ചക്രം അല്ലെങ്കിൽ പെൽവിക് പ്ലക്സസ്, തൊട്ടുമുകളിൽ സ്വാധിഷ്ഠാന ചക്രം അല്ലെങ്കിൽ അയോട്ടിക് പ്ലക്സസ്, അതിന് മുകളിലായിട്ട് നാഭി ചക്രം, സോളാർ പ്ലക്സസ്, അതിന് മുകളിലായിട്ട് ഹൃദയചക്രം, കാർഡിയാക് പ്ലക്സസ്, വിശുദ്ധി ചക്രം, സർവിക്കൽ പ്ലക്സസ്, അതിന് മുകളില് ആജ്ഞാചക്രം, ഓപ്റ്റിക് ചിയാസ്മ, മുകളിലായിട്ട് ലിംബിക് ഏരിയ അല്ല സഹസ്രാര ചക്രം. ഇങ്ങനെ 7 ചക്രങ്ങൾ. അപ്പൊ യോഗശാസ്ത്ര പ്രകാരം അതാത് ഭാഗങ്ങളിലെ അവയവങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം പ്ലക്സസിലാണെന്നാണ്. അപ്പൊ 3 നാഡിയും 7 പ്ലക്സസും ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. അത് പെർഫെക്റ്റ് ആവുന്നതോടെ ഒരു മനുഷ്യന്റെ നല്ല അവസ്ഥ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ബീയിങ് ആയി മാറുന്നു. ഇത് യോഗശാസ്ത്രം. ഓക്കെ, ഇനി നമുക്ക് യോഗയിലേക്ക് കിടക്കാം. യോഗ ഒരു ഗുരുവിന്റെ പ്രസൻസിൽ മെഡിറ്റേഷന് വേണ്ട മൂഡോടെ ഒരു സാധകൻ അതിന്റെ ഒരു ഡിസയറോടെ ഇരിക്കുമ്പോൾ അവന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സന്തുലനാവസ്ഥയിൽ വരികയും അവൻ പ്രസന്റ് മീൻസ് സുഷുമ്നയിൽ വരികയും ആ സമയത്ത് കുണ്ടലിനി ശക്തി, ആ ഇൻഡിവിജ്വൽ എനർജി സ്പൈനൽ കോഡ് വഴി സ്പോണ്ടൈനൽ ബോൺ ഏരിയ കിടന്ന് യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കൂടിച്ചേർന്നു. ആ സമയത്ത്, ആ യോഗ സമയത്ത് ആ യൂണിവേഴ്സൽ എനർജി നമ്മുടെ ആ സബ്റ്റിൽ ബോഡിയിലേക്ക് കടന്നു വരികയും നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കും. എല്ലാവിധ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശാരീരികം, മാനസികം, വൈകാരികം, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ ഒരു പരിഹാരം അതിൽ നിന്ന് കിട്ടുന്നു. ഇത് യോഗയുടെ ഒരു ഷോർട്ടായി വരണം. ഇനി നമുക്ക് യോഗ ചെയ്യാൻ എന്ത് വേണമെന്നുള്ള. അപ്പോൾ യോഗ ചെയ്യാൻ ആവശ്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് യോഗ ചെയ്യണം എന്നുള്ള ഒരു ഡിസയർ മാത്രം. പിന്നെ രാവിലെയും രാത്രിയും ഏറ്റവും ചുരുങ്ങിയത് 10 മിനിറ്റ് സമയം നമ്മൾ അതിനു വേണ്ടി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് റെഡിയായാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇരിക്കുക, കൈ രണ്ടും തുറന്നു വെക്കുക, കണ്ണടക്കുക, മനസ്സിൽ ആ മെഡിറ്റേഷന് വേണ്ടി ഒരു ആഗ്രഹം പുട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഒന്ന് സന്തുലനാവസ്ഥയിൽ വരുന്നവരെ 1-2 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. അതിനുശേഷം നമ്മളെ വലത് കൈ ആ സ്പോണ്ടൈനൽ ബോൺ ഏരിയയിൽ അമർത്തി വെക്കുക. അവിടെ നിന്ന് ചെറുതായിട്ട് ക്ലോക്ക് വൈസിലൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ശ്രീമാതാജി സഹജയോഗിയുടെ ഗുരുവായ ശ്രീമാതാജിയോട് ഒരു ഡിസയർ വെക്കാം.
Shrimadaji, please connect me with all pervading power. Shrimadaji, please. അതിനുശേഷം കൈ രണ്ടും തുറന്ന് മടിയിൽ വെക്കുക. ശ്രദ്ധ എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ, ശ്രദ്ധ മൂർധാവിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് കണ്ണടച്ച് കൈ രണ്ടും തുറന്ന് വെച്ച് നിർവിചാരാവസ്ഥയിൽ ഒരു 10 മിനിറ്റ് ഇരിക്കാം. ഈ സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ സന്തുലനാവസ്ഥയിൽ വരികയും മീൻസ് പ്രസൻറ്റിൽ വരികയും പ്രസൻറ്റിൽ നമ്മളുടെ ചൈതന്യം, യൂണിവേഴ്സൽ ചൈതന്യം കണക്റ്റഡ് ആവുകയും ഗുരുവിൻ്റെ പ്രസൻസിൽ ആ യോഗയിലൂടെ നമ്മളിലേക്ക് യൂണിവേഴ്സൽ ചൈതന്യം വന്ന് നമ്മളുടെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കുകയോ നമുക്കൊരു ടോട്ടൽ ഒരു വെൽബീയിങ് സ്റ്റേറ്റ് നമുക്ക് കിട്ടും. അപ്പം ഇതാണ് ഏറ്റവും ചുരുങ്ങിയ രീതി, ഏറ്റവും ചെറുതായ രീതിയിലുള്ള യോഗയുടെ വിവരണം. ആവശ്യമായ സമയത്ത് കൂടുതൽ അറിവ് നിങ്ങൾക്ക് വേണ്ടുന്ന സമയത്ത് വേണ്ടത് പറഞ്ഞു തരാൻ വേണ്ട സെറ്റപ്പ് സാഹചര്യമൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാവരും ഈ യോഗ ചെയ്യാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവട്ടെ. എല്ലാവരും ഈ യോഗ ചെയ്യും എന്ന പ്രതീക്ഷയോടെ നമസ്കാരം. അടുത്തതായി ആരോഗ്യ വിഭാഗത്തിൽ ജോലി ചെയ്തു വരുന്ന സഹജയോഗ പരിശീലിക്കുന്ന ആളുകളുടെ അനുഭവങ്ങൾ ശ്രദ്ധിക്കാം. ആദ്യമായി ദുബായിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്ന മിസ് രഞ്ജിനി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിനി. ഞാൻ ദുബായിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. 10 വർഷമായി ദുബായിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സഹജയോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമേ ആകുന്നുള്ളൂ. എനിക്ക് സഹജയോഗ മെഡിറ്റേഷനിൽ വന്നതിന് ശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ഫാമിലി ലൈഫിലാണെങ്കിലും ശരി, പ്രൊഫഷണൽ ആണെങ്കിലും ശരി, സോഷ്യൽ ലൈഫിൽ എല്ലാറ്റിലും. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രൊഫഷണൽ ലൈഫിലാണെങ്കിൽ എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു. പണ്ടൊക്കെ മെഡിറ്റേഷന് മുന്നേ എനിക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിരുന്നു. ജോലിയിൽ സ്ട്രെസ്സ് കാരണം സിവിയർ മൈഗ്രെയിന് ഉണ്ടാവാറുണ്ട്. പക്ഷേ സഹജയോഗ എന്ന് ഞാൻ റിയലൈസേഷൻ എനിക്ക് കിട്ടിയോ, ആത്മസാക്ഷാത്കാരം കിട്ടിയോ, ആ ദിവസം മുതൽ ഇതുവരെ എനിക്ക് മൈഗ്രെയിൻ എന്ന അസുഖം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവുള്ളൂ നമുക്ക് ഈ മെഡിറ്റേഷനിലൂടെ സ്ട്രെസ്സ് വളരെയധികം കുറഞ്ഞു. അതുപോലെ തന്നെ ഈ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഒരു എൻറ്റയർ പ്രൊട്ടക്ഷൻ, എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു. അത് എൻ്റെ ജോലിയിൽ ഞാൻ ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് പല ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ആ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാനും അത് ഈസി ആയിട്ട് എനിക്ക് ഫിനിഷ് ചെയ്യാൻ, ഏതെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധൈര്യം, ഫിയർലെസ് ആയിരിക്കും. എന്തിനും നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണ്, അല്ല ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ജോലിയിൽ എല്ലാം പ്രോപ്പറായിട്ട് കറക്റ്റാണ് എന്നുള്ളൊരു വിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ യൂഷ്വലി ഫിസിക്കലി നമ്മൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഭയങ്കര ക്ഷീണവും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും. ബട്ട് ഈ മെഡിറ്റേഷൻ വന്ന പിന്നെ ത്രൂ ഔട്ട് ദ ഡേ, ഈവൻ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ എക്സോസ്റ്റ് ആവാതെ സെയിം എനർജി ലെവൽ, അതായത് എനർജി ലെവൽ എപ്പോഴും ഹൈ ആയിരിക്കും മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ. അതുപോലെ തന്നെ വരുന്ന പേഷ്യൻസ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഫാർമസി കൊറോണ പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്യണതും ട്രീറ്റ് ചെയ്യണ ക്ലിനിക്കും കൂടിയാണ്. അപ്പോൾ അവിടെ വരുന്ന പേഷ്യൻസിനെ കൊറോണ പേഷ്യൻ്റ് ആണ് എങ്കിൽ പോലും നമുക്ക് ആ ഒരു പേടിയോ അവരെ കൗൺസിൽ ചെയ്യാനുള്ള ഒരു മടിയോ യാതൊന്നും കൂടാതെ തന്നെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കൊറോണ വന്നിട്ട് ഇതുവരെയും എനിക്ക് അത് എഫക്റ്റ് ആവുക അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് അത് എഫക്റ്റ് ആവുക ചെയ്തിട്ടില്ല. അത് ത്രൂ മെഡിറ്റേഷൻ എനിക്ക് ഇമ്മ്യൂണിറ്റി കൂടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവും. ഫിസിക്കലി മെൻ്റലി എനിക്ക് സാധിച്ചു. അപ്പോൾ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലെന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഈ ഒരു ചലഞ്ച് എനിക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് വിചാരിക്കുന്നത് ഞാനറിയാതെ തന്നെ അത് ഈസി ആയിട്ട് സോൾവ് ചെയ്ത്
എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സഹജയോഗ മെഡിറ്റേഷനിൽ വന്ന് അത് റിയലൈസ് ചെയ്താൽ മാത്രമേ അത് അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാ സീക്കേഴ്സും റിയലൈസേഷൻ സ്വീകരിച്ച് ഈ സഹജയോഗ മെഡിറ്റേഷൻ്റെ ആ ഡിവൈൻ പവറിൻ്റെ പ്രൊട്ടക്ഷനും സ്നേഹവും പീസും എല്ലാം അനുഭവിച്ചറിയുക. നന്ദി. ഡെന്റിസ്റ്റായ ഡോക്ടർ രമ്യ അവരുടെ അനുഭവം വിവരിക്കുന്നു. ഏവർക്കും എൻ്റെ കേരളപ്പിറവി ആശംസകൾ. എൻ്റെ പേര് ഡോക്ടർ രമ്യ. ഞാൻ BDS കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് ചെയ്തത്. സഹജയോഗ മെഡിറ്റേഷൻ എനിക്കുണ്ടാക്കിയ ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ചും കൂടിയും പോസിറ്റീവ് ആൻഡ് പീസ്ഫുൾ പേഴ്സണാലിറ്റി ആവാൻ സാധിച്ചു എന്നുള്ളതാണ്. വെറുതെ നമ്മൾ എപ്പോഴും ഒരുപാട് പ്ലാനിങ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും നമ്മൾ വിചാരിച്ച മാതിരി സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അയ്യോ എനിക്ക് ഭാഗ്യമില്ല എന്നോ അങ്ങനെ പല പല വാക്കുകളും, അല്ലെങ്കിൽ നമ്മൾ കുറ്റം പറഞ്ഞും അല്ലെങ്കിൽ ദേഷ്യമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും നമ്മളത് പ്രകടിപ്പിക്കുക. പക്ഷേ നമ്മൾ ഈ പ്ലാനിങ് ഒന്നും ചെയ്യുന്നത് മാതിരി ജീവിതം മുന്നോട്ട് പോവില്ല. നമുക്ക് എല്ലാവർക്കും തന്നെ ഈ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടാണ് പ്ലാൻ ചെയ്ത് നാളേക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് ഇന്ന് നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്നു. അപ്പം പകരം ഇന്ന് നമ്മൾ നല്ലോണം ജീവിച്ച് നാളെ എന്തും വന്നോട്ടെ ഞാനത് തരണം ചെയ്തോളാം, ഇനി നാളെ എന്നൊരു ദിവസം എനിക്ക് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇന്ന് വരെ നല്ലോണം ജീവിച്ചല്ലോ, ബാക്കിയുള്ളത് എങ്ങനെ വന്നാലും അതൊരു ഡിവൈൻ പ്ലാനാണ് എന്ന് നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കാൻ പറ്റുന്നത് തന്നെ ആണ് ഈ മെഡിറ്റേഷനിലൂടെ എനിക്ക് വന്നിട്ടുള്ളൊരു മാറ്റം. അപ്പം ഈ സ്ട്രെസ്സ് കുറഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങളും ശരിയാവും എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ അനാവശ്യമായി ടെൻഷൻ കയറ്റിയിട്ട് വരുത്തുന്നതാണ് BP പോലത്തെ അസുഖങ്ങൾ. എല്ലാവരും പറയും യോഗ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ എക്സസൈസ് എന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ BPക്ക് വ്യത്യാസം വരുന്നുള്ളത്. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് 1-2 ദിവസത്തിൽ ഒന്നല്ല വ്യത്യാസം വരാം. പക്ഷെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മളുടെ ഉള്ളിൽ ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അനുഭവിച്ചറിയുന്നതാണ്. You start to become very peaceful and I wish all of you enjoy this peaceful state. Thank you. അടുത്തത് UAL ഫാർമസിസ്റ്റായ മിസ്റ്റർ നാരായണൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് നാരായണൻ. ഞാൻ UAEയിൽ റാസൽ ഖൈമയിലാണ് താമസം. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഫാർമസിസ്റ്റാണ്. സഹജയോഗ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ കോവിഡ് കാലത്ത് സഹജയോഗ മെഡിറ്റേഷൻ എനിക്കൊരുപാട് ഗുണങ്ങളെ ചെയ്തു തന്നിട്ടുള്ളൂ. കാരണം ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ എനിക്ക് എൻ്റെ മെഡിറ്റേഷനിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആത്മധൈര്യവും കോവിഡ് കാലത്ത് ഇവിടെ സന്ദർശിക്കാറുള്ള രോഗികളെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും സ്നേഹത്തിൽ അവരോട് പെരുമാറാനും അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകാനും എനിക്ക് വളരെ നന്നായി സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള ആത്മധൈര്യവും ആ മനോഭാവവും എനിക്ക് ലഭിച്ചത് സഹജയോഗ മെഡിറ്റേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ്. അത് എനിക്ക് കാര്യക്ഷമമായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം ചരിതാർത്ഥ്യമുണ്ട്. ഈ മെഡിറ്റേഷൻ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസത്തെ വളരെയധികം ഉയർത്താനും മനോധൈര്യത്തെ കൂടുതൽ ബലപ്പെടുത്തുവാനും സാധിക്കുമെന്നത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായതാണ്. ദിവസവും മുടങ്ങാതെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യും. അതിന് ഞാൻ ശ്രീ മാതാജിയോടും വളരെയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എല്ലാവരും ആത്മസാക്ഷാത്കാരം നേടി സഹജയോഗ മെഡിറ്റേഷൻ്റെ ഭാഗമായി തീരാൻ ഞാൻ ക്ഷണിക്കുകയാണ്. ജയ ശ്രീ മാതാജി. കുവൈറ്റിൽ കുട്ടികളുടെ ICUവിൽ ജോലി ചെയ്യുന്ന ഹിമ സുരേഷ് പറയുന്നത് നമുക്ക് കേൾക്കാം. ജയശ്രീ മാതാജി. എൻ്റെ പേര് ഹിമ സുമേഷ്. ഞങ്ങൾ കുടുംബസമേതം കുവൈറ്റിലാണ് താമസിക്കുന്നത്.
ഞാൻ സഹജീവി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഇതിനെപ്പറ്റി ആദ്യമായി അറിഞ്ഞത് എൻ്റെ സിസ്റ്റർ ഇൻ ലോയിൽ നിന്നാണ്. കളക്റ്റീവായിട്ടുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയാത്തതായിരുന്നു എൻ്റെ ബുദ്ധിമുട്ട്. ഓൺലൈൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തതിനാൽ കളക്റ്റീവായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷവതിയാണ്. ഞാൻ കുഞ്ഞുങ്ങളുടെ ICUലാണ് ജോലി ചെയ്യുന്നത്, ഇവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ. ശ്രീ മാതാജി പറയുന്ന പോലെ നമ്മളിൽ ഓരോരുത്തരിലും ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ രോഗികളുടെ ഓരോ കെയറിന് മുന്നും ഞാൻ ശ്രീ മാതാജിയുടെ അടുത്ത് എൻ്റെ കൈകളിലേക്കുള്ള ശക്തിക്ക് വേണ്ടിയും മനസ്സിന് പൂർണ്ണമായ കോൺസെൻട്രേഷൻ കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രത്യേകപരമായ കാലഘട്ടത്തിൽ, കോവിഡും എല്ലാമുള്ള കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് ടെൻഷനിലാണ്. ഈ ടെൻഷനിൽ നിന്നുള്ള ഒരു മുക്തിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും സഹജയോഗയിൽ ചേർന്ന് ശ്രീ മാതാജിയുടെ മെഡിറ്റേഷനിൽ പങ്കെടുക്കാം. ജയ് ശ്രീ മാതാജി. കോവിഡ് ഡ്യൂട്ടിയുടെ തിരക്കിനുള്ളിൽ കേരള ഹെൽത്ത് സർവീസിൽ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ താര അയച്ചു തന്ന അവരുടെ അനുഭവങ്ങൾ വിവരിക്കുന്ന വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാം. ജയ് ശ്രീ മാതാജി. ഞാൻ ഡോക്ടർ താര, മുള്ളൂർക്കര പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ മെഡിക്കൽ ഓഫീസർ ഇൻ ചാർജാണ്. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS പാസ്സായത്. അതിനുശേഷം 2005 ഞാൻ സഹജയോഗയിൽ വരുന്നത്. എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുള്ളൊരു സമയത്താണ് ഞാൻ ഈ സഹജയോഗയിലേക്ക് ആകൃഷ്ടയായിട്ട് ഞാൻ ഇതിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം എനിക്ക് മാനസികമായിട്ട് വളരെ നല്ല ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. നമുക്ക് എന്ത് കാര്യങ്ങളിലേക്കും ഇറങ്ങി തിരിക്കുമ്പോഴുള്ള ഒരു ആത്മവിശ്വാസം, അത് തന്നെയാണ് ഏറ്റവും വലുത്. ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഇപ്പോൾ COVID-19 എന്ന ഒരു മഹാമാരി ഇങ്ങനെ ലോകം മുഴുവൻ കീഴടക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓരോ മെഡിക്കൽ ഓഫീസർ ഇൻ ചാർജ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കുമുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഒരു സമയത്തും നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി, വളരെ ധൈര്യത്തോടു കൂടി ഈ ജോലിയിൽ എനിക്ക് മുന്നേറാൻ സാധിക്കുന്നത് ഒരുപക്ഷെ എനിക്ക് എൻ്റെ ഈ മെഡിറ്റേഷനിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് കൊണ്ടും ഒരു ആത്മധൈര്യം കൊണ്ടും മാത്രമാണ്. എവിടെയും ശ്രീ മാതാജി നമ്മളെ നയിക്കും, ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യും, നമുക്ക് ഒരു തെറ്റും സംഭവിക്കില്ല, നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും എന്നുള്ള ഒരു വലിയ ധൈര്യം, ആ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഈ സഹജയോഗയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മധൈര്യം കൂടുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു സക്സസ് തന്നെയായിരിക്കും. എല്ലാവരും ഈ സഹജയോഗ പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടുള്ള നമുക്ക് ഉള്ളൊരു ആത്മീയ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ തിരിച്ചറിയുകയും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ കഴിവ് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവോ, അങ്ങനെ നമുക്ക് നമ്മുടെ ജോലിയിലാവട്ടെ ജീവിതത്തിലാവട്ടെ എവിടെയും വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഈ സഹജയോഗ എന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജയ് ശ്രീ മാതാജി. സഹജയോഗ കേരളയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ പരിപാടി നിങ്ങളുടെ ജീവിതത്തിലെ വേറിട്ട ഒരു അനുഭവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹജയോഗ ധ്യാനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി 961582152 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. സഹജയോഗ തികച്ചും സൗജന്യമാണ്. ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ചിന്ദ്വാഡ എന്ന യോഗഭൂമി ഭാരതത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ചിന്ദ്വാഡ എന്ന നഗരത്തിൽ 1923 മാർച്ച് 21 ദിനരാത്രങ്ങൾ തുല്യമായി വരുന്ന ആ പുണ്യദിനത്തിൽ ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് പരമപൂജ്യ ശ്രീ മാതാജി നിർമ്മലാദേവി പൂജാതയായി. അത്ഭുതമെന്തെന്നാൽ ഈ നഗരത്തിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഈ ഉത്തരായന രേഖ ലോകത്തിലെ അപൂർവം ചില രാജ്യങ്ങളിലൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ.
ഈ രേഖ കടന്നുപോകുന്ന മറ്റൊരു പുണ്യനഗരം സൗദി അറേബ്യയിലെ മെക്കയാണ്. ശ്രീ മാതാജിയുടെ പിതാവ് ശ്രീ പ്രസാദ് റാവു സാൽവെ ഭാരതത്തിലെ പ്രസിദ്ധമായ ശാലിവാഹന രാജകുടുംബത്തിലെ അംഗമായിരുന്നു. ശ്രീ മാതാജിയുടെ മാതാവ് കൊർണേലിയ ജാദവ് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ജ്ഞാനിയായിരുന്നു. അവർ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ അമ്മ ശ്രീ ജീജ മാതാവിൻ്റെ ജാദവ വംശജയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ശ്രീ മാതാജി മഹാത്മജിയോട് ചേർന്ന് മാതാപിതാക്കളോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. കുട്ടിക്കാലത്ത് വിദ്യാലയ അവധിക്കാലത്ത് ശ്രീ മാതാജി മഹാത്മജിയുടെ ആശ്രമത്തിലായിരുന്നു സമയം ചെലവിട്ടിരുന്നത്. ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളിലും വളരെ നിഷ്ഠയോടെ ശ്രീ മാതാജി പങ്കെടുത്തിരുന്നു. ശ്രീ മാതാജിയുടെ കാര്യശേഷി മഹാത്മജിയിൽ അത്ഭുതമുളവാക്കിയിരുന്നു. അതിനുശേഷം 1947 ശ്രീ ചന്ദ്രിക പ്രസാദ് ശ്രീവാസ്തവയുമായി ശ്രീ മാതാജിയുടെ വിവാഹം നടന്നു. സർ CP ശ്രീവാസ്തവയുടെ ഔദ്യോഗിക ജീവിതം IAS ഓഫീസർ പദവിയിലായിരുന്നു തുടങ്ങിയത്. 1961 സർ CP ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി. താൽക്കാലികമായ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രി ഈ സമയത്താണ് സർ CPയുടെ വ്യക്തിത്വത്തിൽ മതിപ്പുളവാക്കിയതിനാൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയായി നിയമിച്ചു. പിന്നീട് ഇൻ്റർനാഷണൽ മെറിടൈം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക ചാൻസലറായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1972 രാജ്യം സർ CPയെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. അതുപോലെ 2007 പത്മവിഭൂഷൺ പുരസ്കാരവും ഭാരത സർക്കാർ അദ്ദേഹത്തിന് നൽകി. ഔദ്യോഗിക ജീവിതത്തിലെ നിസ്തുല സേവനവും കർമ്മനിരതയും നിശ്ചയദാർഢ്യവും മുൻനിർത്തി അദ്ദേഹത്തിന് ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രി പുരസ്കാരവും ലഭിച്ചു. ശ്രീമാതാജിയുടെ വിദ്യാഭ്യാസം, മാതാപിതാക്കളോടുള്ള കർത്തവ്യം, രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വം, കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ എന്നിവ നിറവേറ്റിക്കൊണ്ട് തന്നെ തൻ്റെ ചെറുപ്പകാലം മുതൽ തൻ്റെ ഉള്ളിലുള്ള ദൈവിക ശക്തിയെക്കുറിച്ച് ബോധവതിയായിരുന്നു. 1970 മെയ് 5 പുലർച്ചെ ആശ്ചര്യകരമായ ഒരു പ്രതിഭാസം നടന്നു. ഗുജറാത്തിലെ നഗരമായ നാർഗോളിലെ സമുദ്രതീരത്ത് ധ്യാനനിമഗ്നയായിരിക്കുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള ദൈവിക ശക്തിയുടെ പ്രതിഫലനമായ കുണ്ടലിനി ശക്തിയുടെ ഉയർച്ച ശ്രീ മാതാജി അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ശ്രീ മാതാജി തിരിച്ചറിഞ്ഞത് മനുഷ്യരിലെ കുണ്ടലിനി ശക്തിയുടെ ഉണർവോടുകൂടി അവനിൽ ജീവിത സാഫല്യം സാധ്യമാകുമെന്നാണ്. ഈ പുണ്യകർമ്മത്തിനായി ശ്രീ മാതാജി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചു. അവിടെ നിന്നും ശ്രീ മാതാജി കുണ്ടലിനി ശക്തിയുടെ ഉണർവിൻ്റെ സഹായത്താൽ സഹജയോഗ മനുഷ്യരിൽ സാമൂഹികമായി ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാത 1975 മെയ് 5 തുറന്നു കൊടുക്കുകയായിരുന്നു. ഇതോടെ മനുഷ്യൻ്റെ ആധ്യാത്മിക ഉയർച്ചയുടെ സുവർണ കാലഘട്ടം ആരംഭിച്ചു. മുംബൈയിലും ദില്ലിയിലും ഉള്ള ഏതാനും സാധകർക്കോടൊപ്പം ശ്രീ മാതാജി ആരംഭിച്ച സഹജയോഗ ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും പടർന്നു പന്തലിച്ചൊരു പ്രസ്ഥാനമായി മാറി. ഭാരതത്തിനു പുറമെ അമേരിക്ക, ഇംഗ്ലണ്ട്, റഷ്യ, ഹോളണ്ട്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇറാൻ, ഇറാഖ്, തുർക്കി, പോളണ്ട്, ഇറ്റലി, ചൈന തുടങ്ങിയ 160-ൽ പരം രാജ്യങ്ങളിൽ സഹജയോഗ ഇന്ന് പ്രചാരത്തിലിരിക്കുന്നു. മാനവരാശിയുടെ ആധ്യാത്മിക ഉന്നതിക്ക് പുറമെ ശ്രീ മാതാജി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നതിക്കായും അശ്രാന്തം പരിശ്രമിച്ചു. അനാഥ ബാലികമാരുടെയും സ്ത്രീകൾക്കുമായി വിശ്വനിർമ്മല പ്രേമാശ്രം എന്ന പേരിൽ ഉള്ള ഒരു സംഘടന രൂപവൽക്കരിച്ചു. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ശ്രീ മാതാജി സഹജയോഗ ഇൻ്റർനാഷണൽ സ്കൂൾ സ്ഥാപിച്ചു. അവിടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കുട്ടികൾക്ക് ഭാരതീയ സഹജയോഗ സംസ്കാരത്തിൻ്റെ വിദ്യാഭ്യാസം പ്രദാനം ചെയ്തു. ഇവിടെ വസുധൈവ കുടുംബകം എന്ന ആപ്തവാക്യം അന്വർത്ഥമാകുന്നു. മുംബൈയിലെ CBD ബേലാപൂർ എന്ന സ്ഥലത്ത് സഹജയോഗ ഇൻ്റർനാഷണൽ ഹെൽത്ത് സെൻറ്റർ പ്രവർത്തിച്ചു വരുന്നു. അവിടെ ആത്മചൈതന്യത്തിൻ്റെയും സഹജയോഗ പദ്ധതിയുടെയും സഹായത്താൽ സഹജയോഗികളുടെ അസുഖങ്ങൾ ചികിത്സിച്ചു ഭേദമാക്കുന്നു. അതുപോലെ തന്നെ ഭാരതീയ സംഗീത വിദ്യാ പഠനത്തിനായി വൈതരണയിൽ ശ്രീ PK സാൽവെ കലാപ്രതിഷ്ഠാൻ സ്ഥാപിച്ചു. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് 1991 സഹജയോഗയുടെ ആദ്യത്തെ സെൻറ്റർ തുടങ്ങിയത്.
ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആയിരക്കണക്കിന് സഹജയോഗികൾ ഇത് പരിശീലിക്കുന്നു. എല്ലാ ജില്ലകളിലുമായി 100-ൽ പരം സെൻ്ററുകൾ പ്രവർത്തിക്കുന്നു. ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ ഒരുമിച്ച് സാമൂഹികമായ ധ്യാനമാണ് ആസ്വദിക്കുന്നത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആൾക്കാർക്കായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും സഹജയോഗിയുടെ പരിപാടികൾ സൗജന്യമായി സംഘടിപ്പിച്ച് ബോധവൽക്കരണവും നടത്താറുണ്ട്. ശ്രീമാതാജിയുടെ ഈ നിസ്തുല മാനവ സേവനത്തെ മുൻനിർത്തി നമ്മുടെ ഭാരതത്തിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം പുരസ്കാരങ്ങൾ ശ്രീമാതാജിയെ തേടിയെത്തി. ഒക്ടോബർ 12 ശ്രീമാതാജി നിർമ്മലാദേവി ദിനമായി ഫിലാഡൽഫിയ ആചരിക്കുന്നു. അതുപോലെ സെപ്റ്റംബർ 10 സിൻസിനാറ്റിയിലും ശ്രീമാതാജി നിർമ്മലാദേവി ദിനമായി ആചരിക്കുന്നു. 1995 ബീജിംഗിൽ നടന്ന അന്തർദേശീയ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി ശ്രീമാതാജി അഭിസംബോധന ചെയ്തു. റഷ്യൻ സർക്കാർ സഹജയോഗിയെ വൈജ്ഞാനിക മാർഗമായി അംഗീകരിച്ചു. 2001 ശ്രീമാതാജിയെ മാനവരത്നം പുരസ്കാരം നൽകി ആദരിച്ചു. 2008 ശ്രീമാതാജിക്ക് പൂനെ നഗരസഭ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസ്റ്റിങ്ഷൻ നൽകി ആദരിച്ചു. അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ ശ്രീമാതാജിക്ക് നൽകപ്പെട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹജയോഗിയെ അറിയാനും നിമിഷ നേരം കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടാനും ഇതൊരു മഹത്തരമായ അവസരമാണ്. പരമപൂജ്യ ശ്രീമാതാജി നിർമ്മലാദേവിയുടെ അനുഗ്രഹത്താൽ ഇട, പിംഗള, സുഷുമ്ന നാഡികൾ പൂർണ്ണ സന്തുലിതാവസ്ഥ കൈവരിക്കുകയും അതുവഴി സാധകൻ്റെ കുണ്ടലിനി ശക്തി ഉണരുകയും ചെയ്യുന്നു. ഈ ശക്തി നട്ടെല്ലിലുള്ള സുഷുമ്ന നാഡിയിലൂടെ മൂർധാവിൽ ബ്രഹ്മാരന്ധ്രത്തെ ഭേദിച്ച് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമചൈതന്യത്തിൽ യോഗ പ്രാപിക്കുന്നു. ഈ ശക്തിയുടെ പ്രയാണം നമ്മുടെ ശരീരത്തിൽ ഇരു കൈകളിലും മൂർധാവിലും ഒരു തണുത്ത പ്രവാഹമായി അനുഭവപ്പെടുന്നു. ഇത് മാത്രമല്ല, ഒരു സഹജയോഗ സാധകന് ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കുന്നു. ഈ ശക്തി ഉണരുന്നതോടെ നമ്മുടെ ഉള്ളിൽ പൂർണ്ണ സന്തുലിതാവസ്ഥ സംജാതമാവുകയും അതുവഴി പൂർണ്ണ ആരോഗ്യം കൈവരിക്കാനും സാധിക്കും. ഈ ചൈതന്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും സഹായകമായിരിക്കുന്നു. ജീവിതം സുഖകരവും ആനന്ദപ്രദവും സമാധാനപൂർണവുമായി തീരുന്നു. ഒരു പ്രയത്നവും കൂടാതെ സഹജയോഗം നമ്മളിൽ പ്രവർത്തിക്കുന്നു. ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നതിലൂടെ സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ശക്തിയുടെ ഔന്നിധ്യം നാം അനുഭവിക്കുന്നു. ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെ വിശ്വസ്നേഹമാകുന്ന പാശത്താൽ ബന്ധിച്ചുകൊണ്ട് ശ്രീമാതാജി നമ്മുടെ ഇടയിൽ അവതരിച്ചു. ലോകത്തിലെ ഓരോ മനുഷ്യനും ആത്മസാക്ഷാത്കാരം പ്രദാനം ചെയ്യുക, ഇതായിരുന്നു ശ്രീമാതാജിയുടെ ജീവിത ലക്ഷ്യം. വരൂ, ഈ സുവർണ നിമിഷത്തിൻ്റെ പൂർണ്ണ നേട്ടം കൈവരിക്കുകയും ആത്മസാക്ഷാത്കാരം നേടുകയും ചെയ്യാം.